ഹമീദ് മാഷ് ജീവിതത്തിലെ ഇപ്പോഴേ ചെറുപ്പകാലം തൊട്ട് സ്കൂൾ ജീവിതം വരെ പറഞ്ഞു. മുക്കത്തെ ഹൈസ്കൂളിലെ ജീവിതത്തിന് ശേഷം പിന്നീട് നിങ്ങൾ കോളേജിലേക്ക് എവിടെയൊക്കെ പോയത്? ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിയുടെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ആളാണ് ഞാൻ. 1964 ആദ്യം പ്രീ ഡിഗ്രി. അന്ന് കോഴിക്കോട് ജില്ലയിൽ എവിടെയൊക്കെയാണ് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നത്? അന്ന് കോഴിക്കോട് ജില്ലയിലുള്ള കോളേജുകളിലൊക്കെ ഉണ്ട്, പ്രീ ഡിഗ്രി എല്ലാ കോളേജിലും ഉണ്ട്. അപ്പോൾ അന്ന് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട കോളേജുകളിൽ നിന്ന് ഒന്ന് മലബാർ ക്രിസ്ത്യൻ കോളേജ്, മറ്റൊന്ന് ഫറൂഖ് കോളേജ്, പിന്നെ ദേവഗിരി കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്, പ്രൂഡൻസ് കോളേജ്, ഇങ്ങനെ 5 കോളേജാണ് അന്നുള്ളത്. പ്രീ ഡിഗ്രി 1964, 66 ബാച്ചായിരുന്നു. എൻ്റെ സിസ്റ്റർ കല്യാണം കഴിച്ചത് ഫറൂഖ് കോളേജിനടുത്ത് ഒരു 5 കിലോമീറ്റർ ദൂരെയാണ്, പെരുമണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ചാലിയാറിൻ്റെ ഇക്കരെ കോളേജ്, അങ്ങനെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഫറൂഖ് കോളേജിൽ ചേർന്നു. അന്ന് ഫറൂഖ് കോളേജിൽ പ്രിൻസിപ്പൾ പ്രൊഫസർ കെ ജലീലാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആളാണ്. കോളേജ് അന്തരീക്ഷത്തിലെ ആദ്യമാണ്. അതിനു മുമ്പ് നമ്മൾ കോളേജിൽ പോയിട്ട് പോലുമില്ല. ഒരു കോളേജ് കാണാൻ എന്നുള്ളതിൽ പോലും ഒരു കാലത്ത് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ കോളേജിൽ പോകുന്ന പറഞ്ഞാൽ ഇവിടുന്ന് ബസ് സൗകര്യമൊന്നും ഇല്ലാത്തൊരു കാലമാണ്. ഞാൻ കോളേജിൽ ചേർന്ന കാലത്ത് ചേന്നമംഗല്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സില്ല. നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ ബണാശ്ശേരി വരെ നടന്നിട്ട് അവിടുന്ന് ബസ് കയറി പോകണം. വളരെ കുറച്ച് ബസ് മാത്രം ഓടുന്നൊരു കാലമാണ്. ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഫറൂഖ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഇക്കണോമിക്സ് ആയിരുന്നു എൻ്റെ ഗ്രൂപ്പ്. സെക്കൻഡ് ലാംഗ്വേജ് എന്തെടുക്കണം എന്നുള്ള പ്രശ്നം വന്നു. സെക്കൻഡ് ലാംഗ്വേജ് മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, അറബിയുണ്ട്. അപ്പോൾ എന്നെ ചേർക്കാൻ കൊണ്ടുപോയത് എൻ്റെ പെങ്ങളുടെ ഭർത്താവ്. അദ്ദേഹം സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ 64 കാലത്ത് ഹിന്ദി രാഷ്ട്രഭാഷയാകാൻ പോകുന്നു എന്ന സംസാരം പത്രങ്ങളിലും ബാക്കിയുള്ളതിലൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഹിന്ദി എടുക്കുന്നതാണ് നല്ലത്, ഹിന്ദി രാഷ്ട്രഭാഷയാകാൻ പോവുകയാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ജോലി കിട്ടാൻ ഹിന്ദി കൂടി ചിലപ്പം പിന്നെ ആവശ്യം വരും. അതുകൊണ്ട് ഹിന്ദി എടുക്കണം. എനിക്ക് ഹിന്ദി എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. എനിക്ക് താല്പര്യം മലയാളം എടുക്കണമെന്നാണ്. പക്ഷേ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്കത് പറ്റില്ല എന്ന് പറയാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്തു. അപ്പം ഞങ്ങൾക്ക് ഹിന്ദി പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ കർണാടകക്കാരനാണ്. അദ്ദേഹം മലയാളിയല്ല, നമ്മിരാജ്, പ്രൊഫസർ നമ്മിരാജ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ക്ലാസ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ അത്ര പ്രഗത്ഭനൊന്നും ആയിരുന്നില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി ക്ലാസ്സിൽ 80 കുട്ടികളാണ്. ഗാലറി ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഈ ഹിന്ദി ക്ലാസ് ഇദ്ദേഹം എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് ചില കുട്ടികൾ പോകാൻ തുടങ്ങും. ഇദ്ദേഹത്തിനാണെങ്കിൽ ഇവരൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഡിഗ്രിക്ക് ഞാൻ ഫറൂഖ് കോളേജിൽ തന്നെയാണ് ചേർന്നത്, ബി എ എക്കണോമിക്സ്. അന്ന് ഇക്കണോമിക്സ് പ്രൊഫസറായിരുന്ന പ്രൊഫസർ കെ വി അബ്ദുറഹ്മാനാണ്. അദ്ദേഹം കാലത്ത് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനും എഴുത്തുകാരനും ഒക്കെയാണ്. ബി എക്ക് പഠിക്കുന്ന കാലത്ത് സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാനൊക്കെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നത്. അതുവരെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയാൻ ഫറൂഖ് കോളേജിലൊന്നും ഫറൂഖ് കോളേജിൽ മാത്രമല്ല മറ്റു കോളേജുകളിലൊന്നും അത്ര ഒരു ചൂടുപിടിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയവും അല്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥി സംഘടനകളൊന്നും സജീവമായിരുന്നില്ല. സംഘടനകളുണ്ട്, ഇപ്പോൾ KSU ഉണ്ട്. അന്ന് SFI അല്ല, KSF ആണ്, കേരള സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്നാണ് SFI ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നെ MSF ഉണ്ട്. അപ്പോൾ ഫറൂഖ് കോളേജിൽ ഉണ്ടായിരുന്നത് KSU, പിന്നെ MSF, പിന്നെ ഈ KSF ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സംഘടന KSU ആണ്. രണ്ടാമത്തെ MSF ആയിരുന്നു. KSF വളരെ ദുർബലമായിരുന്നു. 1967 തേവര സീക്രട്ട് ഹാർട്ട് കോളേജിൽ മുരളി എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി പോലീസ് വെടിവെപ്പിൽ മരിച്ചു, അല്ലെങ്കിൽ പോലീസ് മർദ്ദനത്തിൽ മരിച്ചു എന്നൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായി. അതൊരു വലിയ ഇഷ്യൂ ആയി. അന്ന് KSUവിൻ്റെ പ്രസിഡന്റാണ് ഉമ്മൻചാണ്ടി അന്ന് ലോ കോളേജിൽ മറ്റോ പഠിക്കുകയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് സംസ്ഥാന വ്യാപകമായിട്ട് ഒരു പഠിപ്പ് മുടക്ക് പ്രഖ്യാപിക്കപ്പെടുന്നു. KSU പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചു. അപ്പം ഞാനന്ന് KSUവിൽ ഒരു ഭാരവാഹി ഒന്നുമല്ല, അത്ര ആ രൂപത്തിലേക്കൊന്നും KSU വളർന്നിട്ടില്ലെങ്കിലും KSU ഉണ്ട്, ആ പൊതുവികാരമുണ്ട്. എന്നോടൊപ്പമുള്ള കുറേ വിദ്യാർത്ഥികളും ചേർന്നിട്ട് അന്ന് പ്രിൻസിപ്പൽ റൂമിന് മുമ്പിൽ പോയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും ആ മുദ്രാവാക്യത്തോടൊപ്പം അന്ന് ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികൾ പോലും ഞങ്ങളോടൊപ്പം ചേരുകയും അങ്ങനെ ക്ലാസ് പ്രിൻസിപ്പൾ വിടുകയും അത് കഴിഞ്ഞൊരു പൊതുയോഗം കോളേജ് ക്യാമ്പസിൽ തന്നെ നടത്തുകയൊക്കെ ചെയ്തു. അതായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കുള്ള എൻ്റെ അരങ്ങേറ്റം. അതോടുകൂടി അതങ്ങനെ അങ്ങോട്ട് പോയി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചാലിയാർ പുഴയിലെ ഒരു 3-4 കിലോമീറ്റർ പോരണം. അപ്പോൾ ബോട്ടിൽ ആണ് ഞങ്ങൾ പോരുക. ബോട്ടിൽ അന്ന് മിനിമം ചാർജ് കൊടുത്താൽ മതി. ഞങ്ങൾ വിദ്യാർത്ഥികൾ 15 പൈസയാണ് മിനിമം ചാർജ്. അത് എവിടുന്ന് കയറിയാലും. അപ്പോൾ കൂടിമാടുന്ന ഇവിടുന്ന് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ അരീക്കോട് നിന്ന് ഫറോക്കിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. അതിരാവിലെ 6 മണിക്ക് കൂളിമാട് ആ ബോട്ട്. അപ്പോഴും 15 പൈസ കൊടുത്താൽ മതി വിദ്യാർത്ഥി എന്നുള്ള ആൾക്ക്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞങ്ങൾ ഫറൂഖ് കോളേജിൻ്റെ ജെട്ടി ഉണ്ട്, ഫറൂഖ് കോളേജിൻ്റെ കടവ്. ആ ജെട്ടിയുടെ നേരെ താഴെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയാൽ കാല് വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ മുഴുവൻ ചളിയാണ്. അപ്പോൾ ആ ജെട്ടിയിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ വണ്ടി ഇത് നിർത്തുകയാണെങ്കിൽ, ബോട്ട് നിർത്തുകയാണെങ്കിൽ നമ്മൾ മുണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ കയറ്റി കുത്താം. പാൻസൊക്കെ ആണെങ്കിൽ അതും ബുദ്ധിമുട്ട്. 1-2 പെൺകുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ ജെട്ടിയിലാണ് നിർത്തുക.
ബോട്ടിന് മുകളിൽ കഴുക്കോൽ കൊണ്ട് കുത്തുന്ന ഒരു കക്ഷി ഉണ്ടാവാറുണ്ട്. ഇയാൾ മനഃപൂർവ്വം ഞങ്ങളെ ജെട്ടിക്ക് അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ഈ വെള്ളത്തിൽ ചളിയിലിറക്കും. ഇങ്ങനെ ഈ സംഭവം തുടർന്നപ്പോൾ പിറ്റേന്ന് രാവിലെ ഒരു 150 സ്റ്റുഡൻസ് നമ്മളെ കൂടെ വന്ന് ബോട്ട് അടുക്കുന്നത് വരെ കാണാത്ത വിധത്തിൽ ഞങ്ങൾ മാറി നിന്നു. ബോട്ട് കൂടെ അടുക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഈ കഴുക്കോല് കുത്തുന്ന കക്ഷിയുടെ കഴുക്കോല് ഞങ്ങൾ പിടിച്ചെടുത്ത് പൊട്ടിച്ചു. അത്രേ നടന്നുള്ളൂ. അങ്ങനെ മേലിൽ ഇതുണ്ടാവില്ല എന്നൊക്കെ ഡ്രൈവറും പറഞ്ഞു, ജെട്ടിയിൽ നിർത്തുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയും ചെയ്തു. പിറ്റേന്ന് ദേശാഭിമാനിയിൽ റിപ്പോർട്ട് വന്നു, KSU ഗുണ്ടകൾ ബോട്ട് തകർത്തു എന്നായിരുന്നു എൻ്റെ ഹെഡിങ് വെണ്ടക്കയിൽ. അപ്പോൾ ഞങ്ങൾ തന്നെ അമ്പരന്ന് പോയി. ഒരാളെ ഗുണ്ടകളാക്കിയെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കഴിയുന്ന ഏർപ്പാടാണ്. അതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു സംരംഭം നടത്തിയിട്ടില്ല. ഞാൻ 1-ാം പ്രതിയായിട്ടും എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന മൊയ്തീൻ പ്രതികളാക്കിയിട്ട് ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബോട്ടുടമ പോലീസ് കേസൊക്കെ ആയപ്പോൾ പ്രിൻസിപ്പൾ വീട്ടിലേക്ക് കത്തയച്ചു. രക്ഷിതാവിനെ വിളിക്കുന്നു. ഈ ബോട്ടിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ വകയിൽ കുടുംബക്കാരനാണ്. പെരുമണ്ണ തന്നെയുള്ള ആളാണ്, മുഹമ്മദ് കുട്ടി ഹാജി. എൻ്റെ ഒരു കസനായിട്ട് വരും ഇയാൾ. പഞ്ചായത്താക്കാൻ തീരുമാനിച്ചിട്ട് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് 2 കൂട്ടരുടെയും പ്രതിനിധികൾ വരണം, എന്നിട്ട് സംസാരിച്ച് തീർക്കണം എന്നുള്ള രൂപത്തിൽ. ഞാൻ BP മൊയ്തീൻ കസനാണല്ലോ, മൊയ്തീനെയും എൻ്റെ ഈ വിച്ചാപ്പയും എൻ്റെ ഈ അളിയനും എൻ്റെ രക്ഷിതാക്കൾ എന്നുള്ളതൊക്കെ അവർ 3 പേരും വന്നു. മറ്റേയാളുടെ രക്ഷിതാക്കൾ വന്നു. ഈ ബോട്ടുടമയുടെ ആളും അക്കാലത്ത് പെരുമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള CPMൻ്റെ നേതാവായിട്ടുള്ള ഒരു മാഷുണ്ട്, അയാളും ഒക്കെ വന്നു. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോട്ടിന് 3000 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3000 രൂപ നഷ്ടപരിഹാരം തന്നാലല്ലാതെ കേസ് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് ബോട്ടുടമ പറഞ്ഞു. 3000 രൂപ പറഞ്ഞാൽ വലിയ സംഖ്യയാണ്, വലിയ സംഖ്യയാണ്. അത് തന്നാലല്ലാതെ കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞ മൊയ്തീന് എഴുന്നേറ്റ്, ആചാര്യ നിങ്ങളുടെ ഒരു ബോട്ടേ ഇപ്പോൾ തകർത്തിട്ടുള്ളൂ, 3 ബോട്ടിൽ ഞങ്ങൾക്ക് 3 മൊയ്തീൻ തകർക്കും. പിന്നെ ആചാര്യം മിണ്ടിയില്ല, കൂടെ വന്ന CPMൻ്റെ നേതാവും മിണ്ടിയില്ല. കാരണം മൊയ്തീൻ അവർക്കും അറിയാം, ആരും പിന്നൊന്നും മിണ്ടിയില്ല. അങ്ങനെ തൽക്കാലം ഇനി ഇത് ആവർത്തിക്കില്ല എന്നുള്ള ഒരു കണ്ടീഷനിൽ അത് ഒത്തുതീർപ്പാക്കി. മൊയ്തീനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഞെട്ടിപ്പോയി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പ്രിൻസിപ്പൽ മൊയ്തീനോട് ചോദിച്ചു, സ്റ്റുഡൻറ് ലീഡർ മറ്റോ ആണോ എന്ന്. മൊയ്തീൻ പറഞ്ഞു, ഞാൻ മുമ്പായിരുന്നു, ഇപ്പോഴല്ല. ഞാൻ നാടകത്തിൽ അഭിനയിക്കാറുണ്ടായിരുന്നു. കോളേജിലെ യൂത്ത് ഫെസ്റ്റിവൽ, ഫൈൻ ആർട്സ് അസോസിയേഷൻ 3rd ഇയർ പഠിക്കുന്ന കാലത്ത് കോളേജിലെ ബെസ്റ്റ് ആക്ട് പ്രൈസ് എനിക്കാണ് കിട്ടിയിരുന്നത്. ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്ന പ്രൊഫസർ മുഹമ്മദ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞ്, ആമീദ് പോകേണ്ടത് സിനിമാ രംഗത്താണ്, നന്നായിട്ട് അഭിനയിക്കാൻ കഴിയും, അതുകൊണ്ട് സിനിമാ രംഗത്തേക്ക് പോകണം, ഞാൻ ആൾക്കാരെ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് മുപ്പതിനോടൊക്കെ പറഞ്ഞിരുന്നു. അന്ന് ഈ ഫൈൻ ആർട്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മാഗസിനുകളിലൊക്കെ അന്ന് എഴുതാൻ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്, പ്രീ ഡിഗ്രി 2nd ഇയർ പഠിക്കുന്ന കാലത്താണ് എൻ്റെ ഒരു ലേഖനം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വരുന്നത്. കുറേ ലേഖനങ്ങൾ എഴുതിയിട്ട് അയച്ചുകൊണ്ടിരുന്നു ഈ ചന്ദ്രിക ആഴ്ച പതിപ്പിലേക്ക്. ഈ എഴുത്ത് തുടങ്ങുന്നത് കോളേജിലെത്തിയതിന് ശേഷം, കോളേജിൽ എത്തിയതിന് ശേഷമാണ് അങ്ങനെ ലേഖനങ്ങൾ അയക്കാൻ തുടങ്ങുന്നത്. അന്ന് ചന്ദ്രിക ആഴ്ച പതിപ്പ് വളരെ പോപ്പുലറായിട്ട് പ്രധാനപ്പെട്ട നോവലിസ്റ്റുകളൊക്കെ ആയിട്ട് മാറി വന്നവർ ആദ്യം എഴുതുന്നത് ചന്ദ്രിക ആഴ്ച പതിപ്പാണ്. ഈ വാസു അതിൽ എഴുതിയായിരുന്നു, തിക്കോടിയൻ അതിൽ എഴുതിയാണ്, PA മുഹമ്മദ് കോയ അത് എഴുതിയാണ്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, UA ഖാദർ, എമുകുന്നലിൻ്റെ ഒക്കെ ആദ്യത്തെ നോവൽ വരുന്നതൊക്കെ ചന്ദ്രികയിലാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒക്കെ ആദ്യത്തെ നോവൽ ചന്ദ്രികയിലാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് എഴുത്തുകാർ ആദ്യത്തിലൊക്കെ എഴുതി തുടങ്ങുന്ന ഒരു ഇതാണ്. മലബാറിൽ നല്ല സർക്കുലേഷൻ അക്കാലത്തുണ്ടായിരുന്നു. ആദ്യം എഴുതി തുടങ്ങുന്ന നമ്മൾ അച്ചടിച്ച് വരാൻ ഭയങ്കര വേറച്ചടിച്ച് വരാൻ എല്ലാവർക്കും താല്പര്യമുള്ളതുമല്ലോ. അപ്പോൾ ലേഖനം അയച്ചിട്ട് 1-2 ലേഖനം അയച്ചൊന്നും വന്നില്ല. പിന്നെ ഇതിലെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നല്ല കഥകളെന്ന് തോന്നുന്നതിനെ പറ്റി അഭിപ്രായം എഴുതും. അപ്പോൾ അത് പ്രസിദ്ധീകരിച്ചു വരും. അന്ന് പേര് വെച്ചത് ഹമീദ് ചേന്നമംഗലൂർ എന്ന പേര്. അത് അങ്ങനെ പേര് വെക്കാനുള്ള ഒരു കാരണം എന്താണ്? ഹമീദ് ചേന്നമംഗലൂർ എന്നുള്ള പേര് ഞാൻ ഈ പ്രീ ഡിഗ്രി 1st ഇയർ ഫ്രണ്ടിൻ്റെ കൂടെ നടക്കുമ്പോൾ വായനക്കാരുടെ കത്തുകൾ വന്ന് ഇവന് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ ഇതാണ്, എഴുത്താണ്, മറ്റതാണെന്നൊക്കെ ഇവൻ കളിയാക്കും. അപ്പോൾ ഞാൻ പറയും ഇവനോട്, ഒരു കാലത്ത് ഈ ഹമീദ് ചേന്നമംഗലൂർ പ്രസിദ്ധനാകും. ആദ്യമായിട്ട് 2nd ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ചന്ദ്രികയിലേക്ക് അയച്ച ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നു. കുമിള അറ കണ്ടുപിടിച്ച മഹാൻ എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രജ്ഞനെ പറ്റിയുള്ളതാണ്. അപ്പോൾ അന്ന് ഫറൂഖ് കോളേജ് ലൈബ്രറിയിൽ എല്ലാത്തരം ഇംഗ്ലീഷ് മാഗസിനുകളും ഹിന്ദി ഇതൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാഗസിന് ആണ് ഇത് എടുക്കുന്നത്, ഈ ഒരു സാധനം. അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഫാക്സ് മുഴുവൻ അയിന്ന് എടുത്തിട്ടാണ് ഈ ലേഖനം എഴുതിയത്. ആ ലേഖനം ചന്ദ്രിക ആഴ്ച പതിപ്പിന് പ്രസിദ്ധീകരിച്ചു വന്നു. അപ്പോൾ എൻ്റെ അളിയൻ്റെ വീട്ടിൽ ഇദ്ദേഹം ചന്ദ്രിക വീക്കിലി എന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ മൂപ്പർക്കും ഇത് കണ്ടു ഭയങ്കര സന്തോഷമല്ല, ഒരുതരം ആശ്ചര്യം. അങ്ങനെ ഞാൻ പിന്നെയും ചന്ദ്രിക ആഴ്ച പതിപ്പിലേക്ക് ഇതുപോലുള്ള ലേഖനങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ലേഖനം പോലും പിന്നെ
പ്രസിദ്ധീകരിക്കാതിരുന്നില്ല. 7 രൂപയാണ് ഒരു ലേഖനത്തിന് പ്രതിഫലം തരിക, അന്തരീയ ആഴ്ചപ്പതിപ്പ്. അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കൊടുത്തിരുന്ന പ്രതിഫലം 25 രൂപയാണ് ഒരു ലേഖനത്തിന്, അല്ലെങ്കിൽ ഒരു കഥയ്ക്കൊക്കെ. ഇത് തുടർന്നുകൊണ്ടിരിക്കെ തന്നെ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമാ നിരൂപണം എഴുതട്ടെ എന്ന് ഞാൻ ചോദിച്ചു. സലാങ്കാരശ്ശേരിയും ചെലവൂർ വേണുമൊക്കെ അന്തരീയ ആഴ്ചപ്പതിപ്പിൽ സിനിമാ നിരൂപണം എഴുതാറുണ്ട്. അങ്ങനെ സിനിമാ നിരൂപണം ഞാൻ ഹമീദ് ചേന്നമംഗലൂർ എന്ന പേരിൽ എഴുതണ്ട എന്ന് വിചാരിച്ചിട്ട് മാതൃഭൂമിയിൽ സിനിക്കൊക്കെയാണ് എഴുതല്. സിനിക്ക് എന്നുള്ള പേരിൽ അർത്ഥം ക്രിട്ടിക് ആണെന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ പേര് നല്ല സുഖമുള്ളൊരു പേരാണല്ലോ സിനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹമീദ് ചേന്നമംഗലൂർ എന്നുള്ള പേരിന് എഴുതുന്നതിന് പകരം ചേന്നമംഗല്ലൂരി എന്നുള്ള ആ ഒരു വാക്ക് ചുരുക്കിയാൽ CMRE. അപ്പോൾ മലയാളത്തിൽ CMRE ആ പേരിലാണ് ഞാൻ അയച്ചു കൊടുത്തത്. പ്രസിദ്ധീകരിച്ചു വന്നു, പക്ഷെ പേരതായിരുന്നില്ല. പേര് പത്രാധിപർ അബ്ദുൽ ഹമീദ് എന്നാക്കി. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഫറൂഖ് കോളേജിൽ ആദ്യമായിട്ട് പഠിപ്പുമുടക്ക് സമരം നടത്തി KSUവിൻ്റെ ബാനറിലാണ് നടത്തുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഒരു KSUക്കാരനും KSU നേതാവും ഒക്കെ ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അവിടുത്തെ MSFലെ നേതാവ് എന്ന് പറഞ്ഞാൽ അയാൾ തലശ്ശേരിക്കാരനാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രബല നേതാവിൻ്റെ മകനാണ്. KE കുടുംബമാണ്. ഈ കക്ഷി പോയിട്ട് പറഞ്ഞു, ഹമീദ് KSUക്കാരനാണ്, നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കരുത്. അങ്ങനെ ഇയാൾ മാനേജ്മെൻറ്റിനെ സ്വാധീനിച്ചു. അന്നാരായിരുന്നു പത്രാധിപർ? പത്രാധിപർ AM കുഞ്ഞിബാബ, താനൂർക്കാരൻ. ഞാൻ ലേഖനം അയച്ചു, ഞാൻ ആ ലേഖനം വരുന്നില്ല. പിന്നെ ഞാൻ അന്വേഷിക്കാൻ ചെന്നു. അപ്പം കുഞ്ഞിബാബ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കോളേജിൽ, നിങ്ങളുടെ കോളേജിലെ തന്നെ MSFൻ്റെ നേതാവ് പാർട്ടിയിൽ സ്വാധീനമുള്ള ആളാണ്, KSUക്കാരനും നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ ഹമീദ് ചേന്നമംഗലൂരിൻ്റെ ലേഖനം പ്രസിദ്ധീകരിക്കരുത്. അതുകൊണ്ട് ഒരു വിലക്ക് മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അതോടുകൂടി പിന്നെ നമുക്ക് എഴുതാൻ സ്കോപ്പില്ല. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വിലക്ക് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് അയച്ച ലേഖനം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴുണ്ട് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ അന്ന് ഞാൻ അയച്ച ലേഖനം പ്രസിദ്ധീകരിച്ചു വരുന്നത്. അതെനിക്ക് വലിയ അത്ഭുതമായി. അപ്പം ഞാൻ വീണ്ടും ചന്ദ്രിക വീക്കിലിയുടെ പത്രാധിപരെ പോയി കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ അതങ്ങ് കൊടുത്തു, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ എഴുതാനും തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ എഴുത്ത് തുടങ്ങുന്നത്. ഞാൻ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ MA ഇംഗ്ലീഷൊക്കെ ഉണ്ട്. പക്ഷേ അക്കാലത്ത് ദേവഗിരി കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഫേമസ് ആണ്. വളരെ ഫേമസ് എന്ന് പറഞ്ഞാൽ വെരി ഫേമസ് ആണ്. അതിന് കാരണം അവിടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർ CA ഷെപ്പേർഡാണ്. അദ്ദേഹം ആംഗ്ലോ ഇന്ത്യനാണ്. CA ഷെപ്പേർഡിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമായിട്ട് അക്കാലത്ത് MA വിദ്യാർത്ഥികൾ കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉള്ളൊരു കാലത്താണത്. ഫസ്റ്റ് ലാംഗ്വേജിൽ സെക്കൻഡ് ക്ലാസ് കിട്ടിയവർക്കല്ലാതെ അഡ്മിഷൻ കിട്ടൂല അവിടെ ദേവഗിരി കോളേജിൽ MA ഇംഗ്ലീഷിന്. അവിടെയാണെങ്കിൽ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ അപ്ലൈ ചെയ്യും. ഞാനും അപ്ലൈ ചെയ്തപ്പോൾ ഭാഗ്യവശാൽ എനിക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ദേവഗിരി കോളേജിൽ MAക്ക് ഞാൻ ചേർന്നു. 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അക്കാലത്ത് തന്നെ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തിരുന്നു. അവിടെ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ചേർന്ന ഒരു വിദ്യാർത്ഥി പോയപ്പോഴാണ് എന്നെ വിളിക്കുന്നത്, ഒരു സീറ്റ് ഒഴിവ് വന്നപ്പോൾ. അങ്ങനെ ഞാൻ ഇവിടുന്ന് TC വാങ്ങി അവിടെ പോയി ചേർന്നു. നോക്കുമ്പോൾ എന്താണ് സ്ഥിതി, രാവിലെ 10 മണിക്ക് ക്ലാസ് തുടങ്ങും, 1 മണി വരെ മാത്രമേ ലെക്ചർ ക്ലാസ്. ബാക്കി 2 to 4 നമ്മൾ ലൈബ്രറിയിൽ പോവുക, അവിടെ നിന്ന് വായിക്കുക, അത് മാത്രമാണ്. ഇവിടെ അങ്ങനെയല്ല, ദേവഗിരിയൊന്നും അങ്ങനെയല്ല. നമ്മൾ 10 to 4 ക്ലാസ് തന്നെയാണ്, ലെക്ചർ ക്ലാസ് ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ ലൈബ്രറിയിൽ പോവുക, അങ്ങനെയാണ്. പിന്നെ മാത്രമല്ല ഈ അയ്യപ്പ പണിക്കരുടെ ഒക്കെ ക്ലാസ് കേട്ടപ്പോൾ, ഈ അയ്യപ്പ പണിക്കർ എന്നൊക്കെ പറഞ്ഞാൽ വേസ്റ്റ് ലാൻഡ്, TS എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡൊക്കെ പിന്നെ മലയാളത്തിൽ തർജ്ജമ ചെയ്ത ആളാണ്. തരിശ് ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള പേരൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ എനിക്ക് തിരിച്ചു പോകണം തോന്നി. അവിടെ ഏതാണ്ട് ഒരു കട്ടിച്ചൊരു മാസം നിന്നുള്ളൂ. അങ്ങനെ ദേവഗിരി കോളേജിൽ വന്നു. ദേവഗിരി കോളേജിൽ വന്ന് പ്രിൻസിപ്പൽ ഫാദർ ഇസിഡോർ വടക്കനാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നോ എന്താ ഈ കുട്ടിക്കളിയാണോ, അത് നടക്കില്ല, ഇവിടുന്ന് TC വാങ്ങിപ്പോയി, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം നടന്നാൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഒബ്ജക്റ്റ് ചെയ്തു. എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അവിടെ ഇംഗ്ലീഷിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഷെപ്പേർഡ് സാർ അല്ലാത്ത ജൂനിയർ ടീച്ചേഴ്സ് വന്ന് പ്രിൻസിപ്പളോട് പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഇംഗ്ലീഷ് പഠന കേന്ദ്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്. അവിടെ ചേർന്നൊരു വിദ്യാർത്ഥി അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കില്ലേ വേണ്ടത്? അതിനർത്ഥം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാൾ നല്ല നമ്മുടെ കോളേജിലെ PG ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ആണ് നല്ലേ, അതുകൊണ്ട് നമ്മൾ എടുക്കണ്ടേ. ഈ ആർഗ്യുമെൻറ്റ് അയാൾക്ക് തടയാൻ പറ്റില്ല. അങ്ങനെ എന്നോട് TC വാങ്ങിയിടാൻ പറഞ്ഞു. പിന്നെ ഇവിടെ തന്നെ ചേർന്നു. അങ്ങനെ പിന്നെ 2 കൊല്ലം ഞാൻ പഠിക്കുന്നത് ദേവഗിരി കോളേജിലാണ്. അന്ന് സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന KSUവിൻ്റെ അക്കാലത്തുള്ള കേരള നേതാക്കന്മാരിൽ ഒരാളായ CH ഹരിദാസ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു.
നേരത്തെ പറഞ്ഞല്ലോ, ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു MSF-കാരൻ പോയിട്ട് ഹമീദ് ചേന്നമംഗലൂരിന്റെ ലേഖനം പ്രസിദ്ധീകരിക്കാൻ പാടില്ല, അതിന്റെ കാരണം ഹമീദ് ചേന്നമംഗലൂർ നിരീശ്വരവാദിയാണ് എന്ന്. ഹമീദ് ചേന്നമംഗലൂർ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി നിരീശ്വരവാദി എന്ന ലേബൽ എങ്ങനെയാണ് അറിയപ്പെടാൻ തുടങ്ങിയത്? ഫറൂഖ് കോളേജിൽ, അത് മുസ്ലിം മാനേജ്മെന്റ് കോളേജാണല്ലോ, അവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം കമ്പൽസറി ആയിട്ട് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും പഠിപ്പിക്കുന്നതല്ല, ഇസ്ലാം മതത്തെ പറ്റി മാത്രം പഠിപ്പിക്കുന്നതാണ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ. ലാസ്റ്റ് പീരീഡ് ആഴ്ചയിൽ ഒന്നുണ്ടാവുക, ആ ഒരു പീരീഡ് ഇതിനു വേണ്ടി നീക്കി വെക്കും. നോൺ മുസ്ലിം സ്റ്റുഡൻസ് ആ പീരീഡ് ഫ്രീ ആയിരിക്കും. ഈ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്ന ആ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരാണ്. അതിൽ മൊയ്തീൻ കുട്ടി എന്ന പേരുള്ള ഒരു അധ്യാപകനുണ്ടായിരുന്നു. ഇദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണെന്ന് പറഞ്ഞാൽ പോരാ, തുടർന്നും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഒരു കുട്ടി പോലും, ഒരു അധ്യാപകൻ പോലും ക്ലാസ്സിൽ മലയാളം സംസാരിക്കില്ല. ഞങ്ങളെ ഹിന്ദി പഠിപ്പിച്ചിരുന്ന നമ്പിരാജ് പോലും ഞങ്ങൾക്ക് വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരൽ ഇംഗ്ലീഷിലാണ്. അറബി അധ്യാപകൻ വന്നു, അദ്ദേഹം ഇംഗ്ലീഷിലൊക്കെ തുടങ്ങി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വെച്ചൊരാശയം ഇംഗ്ലീഷിൽ തന്നെ ഇതായിരുന്നു: അള്ളാഹു ഈ ലോകത്തിൽ എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതായിരുന്നു പോയിന്റ്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ അള്ളാഹു ചെകുത്താനെ സൃഷ്ടിച്ചതും? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ചെകുത്താനെ സൃഷ്ടിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് ഇദ്ദേഹം വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ? ഈ ചെകുത്താനെ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു. അപ്പോൾ തിന്മയുമായിട്ട് എങ്ങനെ പോരാടണം എന്ന് മനുഷ്യൻ പഠിക്കണം. ആ പഠിക്കണമെങ്കിൽ ഇങ്ങനെ തിന്മയുടെ ശക്തിപ്പുറത്ത് വേണം. അപ്പോൾ ആ പ്രലോഭനത്തെ നേരിടാനുള്ള ശക്തിയും ശേഷിയൊക്കെ മനുഷ്യന് നൽകാൻ വേണ്ടിയാണ് ഈ ചെകുത്താനെ ദൈവം സൃഷ്ടിച്ചതെന്ന് ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ ചെകുത്താൻ എന്തിനാണ് നരകത്തിലിടുന്നത്? എൻ്റെ ചോദ്യത്തോടു കൂടി അന്ന് ആ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളും ബാക്കിയുള്ള ഹമീദ് തനി നിരീശ്വരവാദിയാണ് എന്നൊരു മുദ്ര അന്ന് കിട്ടി. അന്ന് നമ്മുടെ ഡിഗ്രി പഠിക്കുമ്പോൾ പള്ളിയിലൊക്കെ ഞാൻ പോകുന്ന ഒരു കാലം കേട്ടോ, അവിടെ ഈ കുത്തുബയ്ക്കൊക്കെ ഞാൻ പോകാറുണ്ട്. അക്കാലത്താണ് നിരീശ്വരവാദി എന്ന മുദ്ര. അതൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന MSF-ൻ്റെ അന്നത്തെ നേതാവ് പോയിട്ട് പറഞ്ഞത്. ഇത് രണ്ടും അവിടെ യേശു MSF-നെതിരിലാണല്ലോ കേസ് നിൽക്കുന്നത്. ഈ ക്ലാസ്സിന് ശേഷം പിന്നെയും ക്ലാസ്സിൽ പോകാറുണ്ടായിരുന്നോ? ക്ലാസ്സിൽ പോകാറുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ പള്ളികളിൽ പോകാറുണ്ടായിരുന്നു. പള്ളികൾ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാറുണ്ടായിരുന്നു. റിലീജിയസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരിൽ കടുംപിടുത്തുള്ള ആൾക്കാർ വളരെ ചെറിയൊരു ന്യൂനപക്ഷമായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി ഒന്നും അന്നില്ല, ഉണ്ട്, വളരെ വളരെ വീക്ക്. കോളേജിൽ MA-ക്ക് പഠിക്കുമ്പോഴാണ് പാരഡൈസ് ലോസ്റ്റ് പഠിക്കുന്നത്. പാരഡൈസ് ലോസ്റ്റ് മിൽട്ടൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതകളിലൊന്നാണ്. അപ്പോൾ അതിൽ ഈ ചെകുത്താൻ വരുന്നുണ്ടല്ലോ, സൈറ്റൻ. ദൈവം നരകത്തിലാണ് ചെകുത്താനെ തള്ളുന്നത്. ലൂസിഫർ എന്നാണ് അതിൽ പേര്. ലൂസിഫർ നരകത്തിലിരുന്നു കൊണ്ട് വിളിച്ചു പറയുന്നത് എന്താ പറയുക? ഇറ്റ് ഈസ് ബെറ്റർ ടു റൂൾ ദ ഹെൽ ദാൻ സേവ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ സേവിക്കുന്നതിനേക്കാൾ നല്ലതാണ് നരകം ഭരിക്കുന്നത്. ഞാൻ നരകം ഭരിക്കുകയാണ്, നിങ്ങളൊക്കെ സ്വർഗത്തിൽ ദൈവത്തെ സേവിക്കുകയാണ്. അത്ര പവർഫുൾ ക്യാരക്ടറാണ്. അപ്പോൾ ആ ചെകുത്താനൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയില്ലേ? കാരണം ധിക്കാരിയായിട്ടുള്ള ചെകുത്താൻ, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ചെകുത്താൻ. ദൈവം എന്ന് പറഞ്ഞാൽ അധികാര ശക്തിയാണ്. ഒരു അധികാര ശക്തിയെ ചോദ്യം ചെയ്യാനുള്ള കഴിവുള്ളൊരു കക്ഷിയല്ലേ ഈ ചെകുത്താൻ. വേറെ ആർക്കും ഇല്ലല്ലോ ഇത്. ഈ മാലാഖമാരിൽ ഈ ഒരൊറ്റ മാലാഖയ്ക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെ ചോദ്യം ചെയ്യാൻ. ആദമിനെ മുട്ടുകുത്താൻ പറഞ്ഞപ്പം ഈ ഒരു മാലാഖ മാത്രമാണ് പറഞ്ഞത്, ഞാൻ മുട്ടുകുത്തില്ല, കാരണം ഞാൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ. ആദം എന്ന് പറഞ്ഞ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ. അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വണങ്ങില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായി ചെകുത്താൻ.